ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വെഡ്ഡിങ് ഡേ സ്പെഷ്യൽ വീഡിയോയാണ്. രാവിലെ ഒരു 5 മണിക്ക് തന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഞങ്ങൾ 5 പേർക്ക് സാരി ഡ്രേപ്പിങ്ങും ഹെയർ സ്റ്റൈലിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 3 പേരാണ് വന്നിരുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടി ടൈം തികയാത്തതുകൊണ്ട് നമ്മളൊരു 5 മണിക്ക് തന്നെ സ്റ്റാർട്ടായിരുന്നു. അപ്പോൾ ഇതാണ് അനാമികയുടെ ഡ്രസ്സ്, സാരി എന്ന് പറയുന്നത്. നമ്മളിത് കല്യാണത്തിന് മേടിച്ചതാണ്. ഇതാണ് ഭാഗ്യയുടെ ലുക്ക് രാവിലത്തെ. ഇത് നമ്മുടെ ഇഷാനിയുടെ ഇൻസ്പയർ ചെയ്ത് തയ്ച്ചതാണേ. അപ്പോൾ ഇതാണ് എൻ്റെ സാരി എന്ന് പറയുമ്പോൾ ഇത് പോത്തീസിൽ നിന്ന് മേടിച്ചതാണ്. ഞാനും അപർണയും പാറും ഏകദേശം സെയിം സാരിയാണ്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണെന്നേ ഉള്ളൂ. സെയിം സാരി, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആൻഡ് ഡിസൈൻസ്. ഞാൻ ഗ്രീൻ, പാറു ബ്ലൂ ആൻഡ് അപർണ യെല്ലോ. ഇതാണ് ആ സാരി. ഞങ്ങളുടെ 3 പേരുടെയും ബ്ലൗസ് സെയിം ആണ്, പക്ഷെ കണ്ടാൽ 3 ഡിഫറെൻറ്റ് സാരിയായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബ്രൈഡും ഗ്രൂമും കൂടി ഫോട്ടോ സെക്ഷന് വേണ്ടി പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ ടൈം നമുക്കുണ്ട്, ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയിരുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രൈഡെന്ന് പറയുമ്പോൾ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള നടനമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു എൻട്രി. താലപ്പൊലിയും കേരള നടന ഡാൻസേഴ്സൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു സൂപ്പറായിരുന്നു അവളുടെ എൻട്രി എന്ന് പറയുന്നത്. നമ്മുടെ ബ്രൈഡിനെ കാണാനും സൂപ്പറായിരുന്നു. എല്ലാം കൂടി ഒരു ഗ്രാൻഡ് ലുക്കായിരുന്നു അവളുടെ എൻട്രി എന്ന് പറയുന്നത്. മറ്റേ വെഡ്ഡിങ് വീഡിയോ പോലെ കറക്റ്റായിട്ട് ഈ വെഡ്ഡിങ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി ആ വെഡ്ഡിങ്ങിന് ഞാൻ അമ്പാടിയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അവനായിരുന്നു ഫുൾ വെഡ്ഡിങ് ഇതിൽ എടുത്തിരുന്നത്. പക്ഷേ ഈ ഒരു വെഡ്ഡിങ്ങിൽ എൻ്റെ കയ്യിലായിരുന്നു ഫോണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല. ചെറിയ ചെറിയ ക്ലിപ്സായിട്ടാണ് എനിക്ക് കിട്ടിയത്. പിന്നെ വേറെ ആൾക്കാരെടുത്ത വീഡിയോസ് എല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ വെഡ്ഡിങ് വീഡിയോ എനിക്കിതിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ വരുന്നതാണ് നമ്മുടെ ബ്രൈഡ് സീതാലക്ഷ്മി എന്നാണ് പേര്. കണ്ടോ, ഞാൻ ഈ താലി കെട്ടുന്ന സീനൊക്കെ കുറച്ച് ബിറ്റായിട്ട് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് വേറെ ആരും എടുത്ത വീഡിയോയാണ്. അപ്പോൾ അതാണ് ഞാൻ കളക്ട് ചെയ്തതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫോൺ പറ്റില്ലാനും ബേക്കിലായതുകൊണ്ടായിട്ട് എല്ലാം കൂടി പെട്ടെന്ന് ഒരു ഹറിബറി പോലെ ആയിപ്പോയി. പക്ഷേ ആക്ച്വലി നമുക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ടായിരുന്നു. മറ്റേ വെഡ്ഡിങ്ങിനേക്കാളും കുറച്ചുകൂടി. അത് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു, നമ്മുടെ ഈ കല്യാണം ആറ്റിങ്ങിൽ വെച്ചായിരുന്നു. അപ്പം നമുക്ക് എളുപ്പമാണ് പോകാൻ. ഒരു 15-20 മിനിറ്റ്സൊക്കെ ഉള്ളൂ നമ്മൾ വെഞ്ഞാറമൂടുന്ന ആറ്റിങ്ങലിലോട്ട്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരുന്നു നമുക്ക് എത്താൻ. നമ്മൾ നേരത്തെ എത്തുകയും ചെയ്തു, ഒരുപാട് ടൈമും കിട്ടി. പക്ഷെ ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഈ ഒരു വെഡ്ഡിങ് അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. എല്ലാം ആ ടൈം ആകുമ്പോൾ എന്തായാലും ഹറിബറി ആയിപ്പോവും. പിന്നെ വെഡ്ഡിങ്ങിന് അവിടെ നിന്നിട്ട് പോലും ആരുടെ കയ്യിലും ഫോൺ കൊടുക്കാനോ ഒന്നിനും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇമാതിരി ക്ലിപ്സ് മാത്രമേ എനിക്ക് കളക്ട് ചെയ്തതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്നാൽ ഞാൻ മാക്സിമം ചെറിയ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ലുക്ക്, ഇതാണ് ഞങ്ങളുടെ പയ്യൻ, ഇതായിരുന്നു ഞങ്ങളുടെ സീതാലക്ഷ്മി ലുക്ക്. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ആകെ ഒരു ഇതായിട്ട് തോന്നിയെന്ന് പറഞ്ഞത് എനിക്ക് എൻ്റെ ലുക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം മറ്റ് വെഡ്ഡിങ്ങിലത്തെ പോലൊരു ഇതെനിക്ക് തോന്നിയില്ല. എന്തോ എനിക്കത്ര ഇഷ്ടമായില്ല. പക്ഷെ ബാക്കി എല്ലാവരും അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അജയുടെ വെഡ്ഡിങ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി റിസപ്ഷൻ വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.